നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യ ചൈന ബന്ധം ഊഷ്മളമാക്കി നരേന്ദ്രമോദി ഷീ ജിൻപിങ് കൂടിക്കാഴ്ച. മാനവരാശിയുടെ പുരോഗതിക്ക് ഇന്ത്യ ചൈന ബന്ധം അനിവാര്യമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. ഷീ ജിൻപിങ്ങിനെ ഇന്ത്യയിലേക്ക് പ്രധാനമന്ത്രി ക്ഷണിച്ചു. ഇന്ത്യ ചൈന ബന്ധത്തെ അതിർത്തി തർക്കങ്ങൾ ബാധിക്കരുതെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനത്തിനെതിരെ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. അമേരിക്കൻ തീരുവ ഭീഷണിക്കിടെയായിരുന്നു ലോകം ഉറ്റുനോക്കിയ നിർണായക ചർച്ച. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് മുൻപായി ടിയാൻജിനിൽ ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച 55 മിനിറ്റ് നീണ്ടു. 7 വർഷത്തിനിടെ ആദ്യമായാണ് ചൈനയിൽ ഇരു നേതാക്കളും നേരിൽ കാണുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ നിലവിൽ ശാന്തമായ അന്തരീക്ഷമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിക്കായി ഷീ ജിൻപിങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വ്യാളി ആന സൗഹൃദം മെച്ചപ്പെടണമെന്നും നല്ല അയൽക്കാരായി തുടരണമെന്നും ഷീ ജിൻപിങ് പറഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടക്കമുള്ള നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചർച്ച നടത്തും. ഗാൽവൻ സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുള്ള ചൈനീസ് പിന്തുണയും ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. 24 ഡൽഹി. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് അമേരിക്ക ആവശ്യപ്പെട്ടെന്ന് റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതിവാതകവും വാങ്ങുന്നത് നിർത്തുന്നതുൾപ്പെടെയുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം. ബ്രിക്സ് രാജ്യങ്ങളിലെ വികസനം തടസ്സപ്പെടുത്തുന്ന നടപടിക്കെതിരെ തുറന്നടിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി. ചൈനയിലെ ടിയാൻജിനിൽ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി നടക്കുന്ന വേളയിലാണ് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് അമേരിക്ക യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക ചുമത്തിയതുപോലുള്ള പിഴത്തീരുവ ചുമത്താൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ലാഭമുണ്ടാക്കുകയാണെന്നും യുക്രൈൻ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോദിയാണെന്നും നേരത്തെ അമേരിക്ക ആരോപിച്ചിരുന്നു. ഇതിനിടെ ബ്രിക്സ് രാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനം തടസ്സപ്പെടുത്തുന്ന വിവേചനപരമായ തീരുവകൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തുറന്നടിച്ചു. ബ്രിക്സിനെതിരെയുള്ള തീരുവ നീക്കങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും ബ്രിക്സ് ശക്തിപ്പെടുത്താൻ റഷ്യയും ചൈനയും കൂട്ടായി പ്രവർത്തിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി. കഴിഞ്ഞ ജൂലൈയിൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 10% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഹമാസിന്റെ സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ അബു ഉബൈദ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഹമാസിന്റെ ഉന്നത സൈനിക നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് അബു ഉബൈദ. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ഹമാസിന്റെ സന്ദേശങ്ങൾ ലോകത്തെ അറിയിച്ചിരുന്നത് അബു ഉബൈദയാണ്. സൗദിയിൽ ഭക്ഷ്യസുരക്ഷാ ലംഘനങ്ങൾക്കുള്ള ശിക്ഷയിൽ ഭേദഗതി വരുത്തി. നിയമലംഘനങ്ങൾക്ക് 50,000 റിയാൽ വരെ പിഴ ചുമത്തും. ഡെലിവറി ജീവനക്കാരും റെസ്റ്റോറന്റുകളുമെല്ലാം പുതിയ നിയമത്തിന്റെ പരിധിയിൽപ്പെടും. ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുമായി സഹകരിച്ച് നഗരകാര്യ മന്ത്രാലയമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും സേവനം മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ കർക്കശമായ നിർദ്ദേശങ്ങൾ പുതിയ നിയമാവലിയിലുണ്ട്. നിയമലംഘനങ്ങളിലും അവയ്ക്കുള്ള ശിക്ഷകളിലും ഭേദഗതി വരുത്തി. ചെറിയ നിയമലംഘനങ്ങൾക്ക് തെറ്റിതിരുത്താൻ സമയം അനുവദിച്ച് മുന്നറിയിപ്പ് നോട്ടീസ് നൽകും. ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് നേരിട്ട് പിഴകൾ ചുമത്തും. 100 മുതൽ 50,000 വരെ റിയാൽ പിഴയും സ്ഥാപനം അടച്ചുപൂട്ടലും ഉൾപ്പെടെയുള്ളതാണ് ശിക്ഷ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുക, കാലഹരണപ്പെട്ട ലൈസൻസ് ഉപയോഗിച്ച് സേവനം ചെയ്യുക, പാക്കിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക, ശുചിത്വം പാലിക്കാതിരിക്കുക, ചേരുവകളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുക തുടങ്ങിയവ നിയമലംഘനങ്ങളിൽ പെടും. ഓൺലൈൻ ഡെലിവറി, ട്രാക്കിംഗ് സിസ്റ്റം, ഭക്ഷ്യവിഷബാധ കേസുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങളുമായും സേവനങ്ങളുമായും ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിക്കൽ എന്നിവയ്ക്കെല്ലാം പുതിയ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്കിടയിൽ ഒരു വിവേചനവുമില്ലാതെ പുതിയ ശിക്ഷാ നിയമം നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഓസ്ട്രേലിയയിൽ കുടിയേറ്റ വിരുദ്ധ റാലികൾ നടക്കുകയാണ്. മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിലാണ് റാലികൾ നടക്കുന്നത്. മലയാളികൾ അടക്കമുള്ള കുടിയേറ്റ ജനത ആശങ്കയിലാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. വിശദ വിവരങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ മലയാളികളടക്കമുള്ള കുടിയേറ്റ ജനതയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇന്ന് രാജ്യമെമ്പാടും പ്രത്യേകിച്ച് തലസ്ഥാന നഗരികളിൽ മെൽബൺ, സിഡ്നി, ബ്രിസ്ബെയിൻ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന കുടിയേറ്റ വിരുദ്ധ റാലികൾ നടക്കുകയാണ്.
രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം ബാധിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ റാലികൾ മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്നുള്ള പേരിൽ രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുടിയേറ്റ വിരുദ്ധ റാലികളുടെ ഭാഗമായി കഴിഞ്ഞ 1-2 ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിനായിരുന്നു, വലിയ പ്രചരണമായിരുന്നു. അതിന് വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മലയാളികളടക്കമുള്ളവർ ഇന്ന് ഭവനങ്ങളിൽ കഴിയുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ റാലികൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണ്, രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും ഇത്തരത്തിലുള്ള റാലികൾക്ക് നൽകുന്നതല്ല എന്നുള്ള ഒരു പ്രഖ്യാപനവുമായി ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി രംഗത്തെത്തി. എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള കുടിയേറ്റ വിരുദ്ധ റാലികൾ നാളുകളിൽ മലയാളികളടക്കമുള്ള കുടിയേറ്റ ജനതയുടെ കുടിയേറ്റ വിഷയങ്ങൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇവിടുത്തെ കുടിയേറ്റ ജനത. ഓസ്ട്രേലിയയിൽ നിന്നും സിറായ് സെബാസ്റ്റ്യൻ, 24. സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഓണം ഉത്സവം ആരംഭിച്ചു. വിപുലമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജൈവ പച്ചക്കറി മുതൽ വൈവിധ്യമാർന്ന പായസങ്ങൾ വരെ സൗദിയിലെ എല്ലാ ശാഖകളിലും ലഭ്യമാണ്. ഓണം ഇവിടെയാണ് എന്ന പേരിലാണ് ഓണം സ്പെഷ്യൽ ഓഫർ ക്യാമ്പയിൻ നടക്കുന്നത്. 25-ലേറെ വിഭവങ്ങളുമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. ഓൺലൈനായും ലുലു സ്റ്റോറുകളിൽ നേരിട്ടെത്തിയും സദ്യ ബുക്ക് ചെയ്യാം. സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ 12ാമത് വിത്ത് വിതരണം ഗാർഡൻസ് ബേ സാബ്രിസിൽ നടന്നു. ഒമാനിലെ മലയാളി പ്രവാസികൾക്കിടയിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒമാനിലെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കൃഷിക്കൂട്ടായ്മയാണ് ഒമാൻ കൃഷിക്കൂട്ടം. കേരളത്തിലെ വിവിധ വിത്ത് വികസന ഏജൻസികളിൽ നിന്നും ഒമാനിലെ നഴ്സറികളിൽ നിന്നും ശേഖരിച്ച പച്ചക്കറി വിത്തുകളാണ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തത്. സാബ്രി ഹാരിദിനും ഭാര്യ ഷാലി സാബ്രിക്കും ആദ്യ വിത്ത് പാക്കറ്റ് കൂട്ടായ്മയുടെ അഡ്മിൻ വിനോദിന് കൈമാറി വിതരണം ഉദ്ഘാടനം ചെയ്തു. സുനി ശ്യാം, ഷൈജു ബെത്തോട്ടിൽ, രശ്മി സന്ദീപ് എന്നിവർ സംസാരിച്ചു. സോഹാർ, ഖുറൈമി, സലാല മേഖലകളിലും വരും ദിവസങ്ങളിൽ വിത്തുകൾ വിതരണം ചെയ്യും. വെൽക്കം ബാക്ക് ടു ഗൾഫ് ഫോക്കസ്. വാണിജ്യ സിലിണ്ടർ വില കുറഞ്ഞു. വാണിജ്യ സിലിണ്ടറിന് 51 രൂപ 50 പൈസ കുറഞ്ഞു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. പാചകവാതക കമ്പനികൾ വാണിജ്യ സിലിണ്ടറിന്റെ വില കുറച്ചിരിക്കുകയാണ്. സിലിണ്ടറിന് 51 രൂപ 50 പൈസയാണ് കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വയനാട് ഇരട്ട തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക്. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സർക്കാർ നൽകുന്ന വാഗ്ദാനം പാലിക്കപ്പെടുമെന്നതിന് ഉദാഹരണമാണ് തുരങ്കപാതയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലബാറിന്റെ വികസനത്തിന് പുതിയ നാഴികക്കല്ലായി മാറുന്നതാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. ഉദ്ഘാടന വേദിയിൽ താമരശ്ശേരി രൂപതാ ബിഷപ്പും ടി സിദ്ദിഖ് MLAയും മുഖ്യമന്ത്രിയെ പ്രശംസിച്ചു. വികസന സ്വപ്നങ്ങൾക്ക് ഗതിവേഗം പകർന്ന് ഇരട്ട തുരങ്കപാത നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വപ്ന പദ്ധതിക്ക് തറക്കല്ലിട്ടു. വികസന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ അതിനെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയലും ടി സിദ്ദിഖ് MLAയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതായ മുഴുവൻ ആളുകളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിച്ച് ആനക്കാംപൊയിലിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിലേക്കാണ് തുരങ്കപാത. താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ബദൽപാത. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് വയനാട് യാത്രയിൽ 1.5 മണിക്കൂർ വരെ ലാഭിക്കാനാകും. തുരങ്കപാതയുടെ ആകെ ദൂരം 8.735 കിലോമീറ്ററാണ്. ഇതിൽ തുരങ്കത്തിന്റെ നീളം 8.11 കിലോമീറ്റർ. കിഫ്ബിയിൽ നിന്ന് 2134.5 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം. 4 വർഷമെടുത്ത് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മന്ത്രിമാരായ KN ബാലഗോപാൽ, PA മുഹമ്മദ് റിയാസ്, OR കേളു,
AK ശശീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 വയനാട്. മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഹൈക്കോടതി ഇടപെട്ട് ടോൾ പിരിവ് നിർത്തിവെച്ച തൃശൂർ പാലിയേക്കരയിൽ നിരക്ക് കൂട്ടി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് കൂട്ടിയത്. പ്രതിവർഷം നിരക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാനാണ് നീക്കം. കരാർ കമ്പനിയായ GIPLന് ഉയർത്തിയ നിരക്ക് ഈടാക്കാൻ ദേശീയപാത അതോറിറ്റി അനുമതി നൽകി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയാണ് കൂട്ടിയത്. കാറുകൾക്ക് ഒരു ഭാഗത്തേക്ക് പോകാൻ 90 രൂപ എന്നത് 95 ആകും. ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയാകും. ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് 240 എന്നത് 245 രൂപയാകും. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330 രൂപയും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 485 എന്നത് 495 രൂപയുമാകും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 രൂപ എന്നത് 530 രൂപയായും ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 775 രൂപയായിരുന്നത് 795 രൂപയായും ഉയരും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സെപ്റ്റംബർ 9 വരെ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചിരിക്കുകയാണ്. എന്നാൽ ഹർജി തീർപ്പാക്കാനിരിക്കെ ടോൾ പിരിവ് കൂട്ടിയതിനെ വിമർശിച്ച DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. 24 തൃശൂർ. ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് നാളെ സമാപനം. പട്നയിലെ പദയാത്രയിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ പങ്കെടുക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാർ കണ്ടതിൽ ഏറ്റവും വലിയ പ്രതിഷേധം. വോട്ട് കൊള്ളാ മുദ്രാവാക്യം മുഴക്കി 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നുപോയത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ആയിരങ്ങൾ യാത്രയിൽ അണിനിരന്നു. പ്രതിപക്ഷ നിരയിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും യാത്രയിൽ പങ്കെടുത്തതോടെ ബീഹാറിൽ ഇന്ത്യ സഖ്യം കരുത്തു തെളിയിച്ചു. 14 ദിവസം നീണ്ടുനിന്ന പര്യടനം 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിലെത്തിയത്. നാളെ രാവിലെ 11 മണിയോടെ ഗാന്ധി മൈതാനത്ത് നിന്നും അംബേദ്കർ പാർക്കിലേക്കാണ് പദയാത്ര. ബീഹാറിലെ വോട്ടർ അധികാർ യാത്ര വൻ വിജയമെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ വോട്ട് കൊള്ളയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. അതിനിടെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട 33,771 അപേക്ഷകൾ തീർപ്പാക്കിയെന്ന് കമ്മീഷൻ അറിയിച്ചു. കരട് വോട്ടർ പട്ടികയിൽ പരാതികൾ നൽകാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 24 ഡൽഹി. കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്ന ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിയ മലയാളികളെ നാളെ തിരികെ എത്തിക്കും. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസ് സംസാരിച്ചു. വിനോദസഞ്ചാരത്തിന് പോയ 18 മലയാളികൾ ഉൾപ്പെടെ 25 പേരാണ് കുടുങ്ങിയത്. ഓഗസ്റ്റ് 25-ന് ഡൽഹിയിൽ നിന്നാണ് സംഘം സ്പിറ്റി വാലി സന്ദർശിക്കാൻ പോയത്. തിരിച്ചു വരാനിരിക്കെ ഷിംലയിലേക്കുള്ള റോഡ് മണ്ണിടിച്ചിലിൽ തകർന്നു. നിലവിൽ കൽപ്പ ഗ്രാമത്തിലെ ഹോട്ടലിലാണ് ഇവരുള്ളത്. ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ടെന്നും നിലവിൽ സുരക്ഷിതരെന്നും മലയാളികൾ അറിയിച്ചു. ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് നീക്കം. പാർട്ടി നിലപാട് വ്യക്തമാകുന്നതിന് മുൻപ് വനിതാ നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടത് തെറ്റെന്ന് MM ഹസൻ പറഞ്ഞു. ഇതിനിടെ രാഹുലിനെ പിന്തുണച്ച് CPIM മുൻ MLA ഐഷ പോറ്റി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും കോൺഗ്രസിൽ നിന്ന് പിന്തുണ കൂടുകയാണ്. മുകേഷിന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെങ്കിൽ രാഹുലിനും പങ്കെടുക്കാമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട വനിതാ നേതാക്കളെ തള്ളി MM ഹസനും രംഗത്തെത്തി. പാർട്ടി തീരുമാനം വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ആളുകൾ പ്രതികരിക്കുന്നത് തെറ്റാണ്. ഒരു മെമ്പറുടെ അവകാശമാണ് നിയമസഭ അറ്റൻഡ് ചെയ്യുക, നിയമസഭയിൽ പങ്കെടുക്കുക. രാഹുലിനെതിരായ പരാതികളുടെ ആധികാരികത കൂടി പരിശോധിക്കണമെന്നായിരുന്നു CPIM മുൻ MLA ഐഷ പോറ്റിയുടെ പ്രതികരണം. ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും ഏത് മനുഷ്യരെ പറ്റിയായാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ ഉള്ളടക്കം സത്യമാണോ എന്നൊന്നും നോക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ആരുടെ കാര്യത്തിലായാലും ഏത് മനുഷ്യരുടെ കാര്യം ഇത് എന്തിനാ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്, പറയാനുള്ളത് അപ്പം പറഞ്ഞുകൂടെ. UDF കൺവീനർ അടൂർ പ്രകാശും രാഹുലിന് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു. ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തും. രാഹുലിന്റേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ ഉള്ളവരുടെ മൊഴി രേഖപ്പെടുത്താനും നീക്കമുണ്ട്. രാഹുലിനെതിരെ 10 പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. 24 തിരുവനന്തപുരം.
ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24-ന്. അതുല്യയെ കൊലപ്പെടുത്തുമെന്ന് സതീഷ് പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അതുല്യ ചിത്രീകരിച്ചതെന്ന് പറയപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തുമെന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. 10 വർഷം പീഡനം അനുഭവിച്ചതും വീഡിയോയിൽ അതുല്യ വ്യക്തമാക്കുന്നു. നേരത്തെയും സതീഷിന്റെ ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. നീ ഒന്ന് പോയാലും ഞാൻ കുത്തി കൊന്നിട്ടേ ഞാൻ അനങ്ങത്തുള്ളൂ. സതീഷ നീ എവിടെ പോനാ? നീ എവിടെ പോവും? നീ പോവോ? നീ ആരെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ആരെ കാണിക്കാനുള്ള. പീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയതെന്നാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. ഇതോടെ ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത്. പ്രതി സതീഷ് ഇടക്കാല മുൻകൂർ ജാമ്യത്തിലാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 19-നാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ അതുല്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കൊല്ലം. താമരശ്ശേരി ചുരം 9-ാം വളവിൽ അപകടം. നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി സംരക്ഷണ ഭിത്തി തകർത്തു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറെയും മറ്റൊരാളെയും അതിസാഹസികമായി രക്ഷപ്പെടുത്തി. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ചുരത്തിൽ നിരോധനം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 12:45 കർണാടകയിൽ നിന്ന് വരികയായിരുന്ന കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടത്. 9-ാം വളവിൽ സംരക്ഷണ ഭിത്തി തകർത്ത് കൊക്കയിലേക്ക് പാതി വീഴാറായ നിലയിലാണ്. കണ്ടെയ്നറിൽ ലോഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ലോറി താഴേക്ക് പതിക്കാതിരുന്നത്. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. പോലീസും നാട്ടുകാരും ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കണ്ടെയ്നർ ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ ക്രെയിൻ എത്തിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം ലോറി നീക്കാൻ കഴിയില്ല. അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ അടിവാരത്തും ലക്കിടിയിലും നിയന്ത്രണം കർശനമാക്കി. അപകടമുണ്ടായ ഭാഗത്ത് ഒരു വരിയായി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. 24 കോഴിക്കോട്. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.